നമസ്കാരം. ക്രേസി ഡെമോക്രസിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ക്രേസി ഡെമോക്രസിയിൽ ഒരു വിടവാങ്ങൽ വാർത്തയാണ് ആദ്യം കടന്നു വരുന്നത്. നമ്മളോടൊപ്പം സഞ്ചരിക്കുകയും വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും സാമൂഹ്യ രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള നവോത്ഥാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരുപക്ഷെ സാമുദായിക സംഘടനകളിൽ വിശ്വകർമ്മ സഭയുടെ തന്നെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള അഖില കേരള വിശ്വകർമ്മ സഭയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ PSC അംഗവുമായ അഡ്വക്കേറ്റ് PR ദേവദാസ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാനും ഹിന്ദു പാർലമെന്റ് മുൻ അധ്യക്ഷനുമായിരുന്നു. മൃതദേഹം ചെങ്ങന്നൂരിലെ വിശ്വകർമ്മ മഹാസഭ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം കുടുംബ വീടായ ആലപ്പുഴ ചമ്പക്കുളത്തെ പൂത്തറ വീട്ടിലെത്തിച്ചു. ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ അത്യന്തം രഹസ്യമാം വസ്തുവിലും ഇത്രയും മഹാനുഭാവന്മാർ. കാൽ നൂറ്റാണ്ടുകളായി സംഘടനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വിശ്വകർമ്മജരുടെ ഉന്നമനത്തിനായി സംഘടന രൂപീകരിച്ച് ദീർഘകാലം പ്രസിഡന്റ് പദവിയിൽ തന്നെ തുടരുന്നു വരികയായിരുന്നു. സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TR മധു കഴിഞ്ഞ ദിവസം നമ്മുടെ വിശ്വകർമ്മ സമൂഹത്തിന്റെ കരുത്തുറ്റ നേതാവായ ശ്രീ PR ദേവദാസ് സാർ മരണപ്പെട്ടു. അദ്ദേഹം വിശ്വകർമ്മ ഐക്യത്തിനു വേണ്ടി ശ്രമിച്ച ഒരു മുന്നണി പോരാളിയാണ്. ഭരണതലത്തിൽ വിശ്വകർമ്മർക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിലും അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ സ്വപ്നം, വിശ്വകർമ്മ ഐക്യം എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു, അനുശോചനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ പേരിലുള്ള അനുശോചനം പ്രത്യേകം അറിയിക്കുന്നു. അനേക വർഷമായി വിശ്വകർമ്മ സമുദായത്തിൻ്റെ തന്നെ സമുന്നത നേതാവായി പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് മുന്നേറുകയായിരുന്നു അദ്ദേഹത്തിന് പല രീതിയിലുള്ള സ്ഥാനമാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. PSC മെമ്പറായിരുന്നു. KBSന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. AKVMSന്റെ എല്ലാ അർത്ഥത്തിലും ഉന്നതനായിട്ടുള്ള അദ്ദേഹം വിശ്വകർമ്മ സമുദായത്തിനാകെ തന്നെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസ്തമിച്ചല്ലോ എന്നുള്ളതിൻ്റെ അത്യധികമായ ദുഃഖത്തിലാണ് നമ്മൾ. അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരു നവോത്ഥാന നായകൻ എന്ന് പറയത്തക്ക രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും എന്നും നമ്മൾ ഓർക്കും. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവിധമായിട്ടുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ, ചെയർമാൻ വിശ്വകർമ്മ ഐക്യ. സംഘടനയെ കരുത്തുറ്റതാക്കുന്നതിൽ വിജയം കൈവരിച്ച ശേഷമാണ് വിടവാങ്ങൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, VN വാസവൻ, കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ഒപ്പം വിവിധ വിശ്വകർമ്മ സഭകളുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് സതീഷ്, T പത്മനാഭൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് TR മധു, വിഷ്ണുഹരി, PG നാരായണൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. കേരള വിശ്വകർമ്മ സഭയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ അഖില കേരള വിശ്വകർമ്മ മഹാസഭ PR ദേവദാസ് വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് PR ദേവദാസിന്റെ നിര്യാണത്തിൽ കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന സമിതിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വിശ്വകർമ്മജരുടെ പുരോഗമനത്തിനു വേണ്ടി വിശ്വകർമ്മജർക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും രചിക്കുവാൻ കേരളത്തിലെ 3 വിശ്വകർമ്മ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് കേരള വിശ്വകർമ്മ സഭ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ച ആളാണ് അഡ്വക്കേറ്റ് PR ദേവദാസ്. അദ്ദേഹം കുറച്ചു നാളായിട്ട് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളിൽ ആയിരുന്നു. അസുഖവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയായിരുന്നു. മകനോടൊപ്പമായിരുന്നു. 2 കുട്ടികളാണ്, ഭാര്യയും 2 കുട്ടികളുമാണ് അദ്ദേഹത്തിനുള്ള. ഭാര്യയുടെ പേര് ശ്രീ പുഷ്പ ദേവദാസ് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. 2 കുട്ടികളിൽ മൂത്തയാൾ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരിൽ ഒരാളായി ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ ഡോക്ടർ ആണ്.
ഗുരുവായൂരിലായിരുന്നു താമസം. അസുഖത്തെ തുടർന്ന് ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിൽ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഇന്നലെ വെളുപ്പിന് പുലർച്ചെ 5 മണിക്ക് അദ്ദേഹം മരണപ്പെടുകയും മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിക്കുന്നതോടൊപ്പം ഇന്നലെ തന്നെ ചെങ്ങന്നൂർ സഭയുടെ ഹെഡ് ഓഫീസായ വഞ്ഞിപ്പുഴ മഠത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു പൊതുദർശനം നടത്തുകയും ആ പൊതുദർശനത്തിൽ സഭയുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സംഘടനാ പ്രവർത്തകർ എത്തിച്ചേരുകയും വൈകിട്ട് പൊതുദർശനത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വദേശമായ കുട്ടനാടിനടുത്ത് അദ്ദേഹത്തെ അതിൻ്റെ ചടങ്ങുകൾ സ്വന്തം നാടായ ചമ്പക്കുളത്ത് വെച്ച് സ്വവസതിയിൽ അദ്ദേഹത്തെ അതിൻ്റെ മരണാനന്തര ചടങ്ങുകളും പങ്കെടുക്കുന്നതാണ്. പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരായ പലരും വന്നുപോയി. ഇന്ന് അത് നടക്കുന്ന വിവരം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന ഡയറക്ടറുടെ മെമ്പർ കൂടിയായും മുൻപ് കൗൺസിൽ അംഗവുമായി എന്ന നിലയ്ക്കും ഇപ്പോൾ ബോർഡ് മെമ്പറായി പ്രവർത്തിക്കുന്നു. ഞാൻ PG നാരായണൻ, പെരുമ്പാവൂർ. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ദേവദാസ് മുന്നോട്ട് വിശ്വകർമ്മ സാമുദായിക സംഘടനാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. സമുദായ രംഗത്ത് അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് നികത്താൻ പറ്റാത്ത ഒരു വിടവ് തന്നെയാണ്. എങ്കിലും മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിരാട് സംസ്ഥ വിശ്വകർമ്മ സഭ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അനുശോചനം രേഖപ്പെടുന്നതോടൊപ്പം വിവിധ വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള വിശ്വകർമ്മ ഐക്യവേദിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അഡ്വക്കേറ്റ് PR ദേവദാസിന് മലനാട് TVയുടെ ആദരാഞ്ജലികൾ. You are watching India's first NGO television, Malanad TV India.